ആയത്തായത് ഇതൊക്കെ ഖുർആനും ഹദീസും എന്തിനുള്ളതാ? നമുക്ക് മുസ്ലിങ്ങൾക്കുള്ളതാണിത്. നമ്മൾ മുസ്ലിങ്ങളാന്നും പറഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കണ്ടേ, വായിക്കണ്ടേ? ഈ 30 ജുസുവിനകത്ത് 6400 ചില ആയത്തുകളുണ്ട്. ഇത് നമ്മുടെ വഴികാട്ടിയാണ്, ഇതിനകത്ത് നമ്മുടെ കാറ്റലോഗാണ്. ഇത് പഠിക്കണ്ടേ? ഇതിനകത്ത് എന്തൊക്കെ സംഭവം അറിയോ? നമുക്കറിയാവുന്ന ഒരു സൂറത്ത് യാസീൻ മാത്രമേ ഉണ്ട്. വേറെ എന്താ ഉള്ളത്? ആർക്ക് വേറെ ഓതാ അറിയാം? സൂറത്ത് യാസീൻ മാത്രമേ ഓതാ അറിയാം. സൂറത്ത് യാസീൻ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മരിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കബറിനകത്ത് ഓതാൻ വേണ്ടിയിട്ടും മരിച്ചവർക്ക് ഓതാൻ വേണ്ടി നമ്മൾ അത് കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മൾ ഓതാറില്ല. ഒരു ഖുർആൻ എടുത്ത് ഇങ്ങനെ തുറന്ന പെട്ടെന്ന് വരുന്ന ആദ്യം സൂറത്ത് യാസീനാ. കാരണം അത് എടുത്ത് ബൈൻഡൊക്കെ ഒടിഞ്ഞ് അത് തുറന്ന ഉടനെ വരുന്നത് സൂറത്ത് യാസീനാണ്. ആ സൂറത്ത് യാസീൻ്റെ താളിൽ അഴുക്ക് പിടിച്ചിരിക്കുക. കാരണം ആ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ബാക്കിയെല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അത് തിരിഞ്ഞു നോക്കാറേ ഇല്ല. സൂറത്ത് ദുഖാൻ നോക്കാറില്ല. ഹമീം എന്ന 7 സൂറത്തുകൾ ഖുർആനിലുണ്ട്. ആ 7 സൂറത്ത് ഓതുന്നവർക്ക് 7 നരകത്തിന്റെ കാവലായിട്ട് ഈ സൂറത്ത് വന്ന് നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 7 നരകമുണ്ട്. 7 നരകം. 7 നരകത്തിന്റെ കാവലായിട്ട് ഈ 7 സൂറത്ത് നിൽക്കും. ഹാമീം 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 എന്ന് തുടങ്ങുന്ന 7 സൂറത്തുണ്ട്. ഈ 7 സൂറത്ത് ദിവസം തോറും ഓതുന്നവർക്ക് നരകത്തിന്റെ കാവലായിട്ട് ഈ 7 ഹാമീം വന്ന് നിൽക്കും. ഇവനെ അങ്ങോട്ട് കയറ്റൂല. നരകത്തിലെ ഗോമം സൂറത്ത് അവിടെ നിൽക്കും. ഹാമീം. അവൻ എന്ന് ഓതിയവനാണ്, അവനെ കൊണ്ട് വിടാൻ പറ്റൂല. അത് ഓതാൻ പറ്റുമോ? 2-2.5 ജുസുണ്ട്. പണിയായിത്തിരി ഓതാൻ പറ്റുമോ? പിന്നെ അപ്പം വാട്സപ്പിൽ കളിക്കും, ഇൻസ്റ്റാഗ്രാമിൽ അതപ്പം അത് ഓതി തീർക്കണ്ടേ? അതാകുമ്പോൾ സമയം നമുക്ക് കിടക്കല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഓതി തീർക്കാൻ കിടക്കുന്നു. ഒരുപാട് ഔറാദുകൾ അതിനകത്തുണ്ട്. ഫേസ്ബുക്കിലത്തെ വലീഫ എന്ന് പറഞ്ഞാൽ അത് പിന്നെ സുബൈ വരെയുള്ള വലീഫ അതിനകത്ത് കിടക്കാണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമും ഇത്രയും ദിക്കറുകളും ഔറാദുകളും ചൊല്ലി തീരുമ്പോഴേക്കും പിന്നെ സമയം തരും. പിന്നെ ഖുർആൻ ഓതാൻ നമുക്ക് കുറച്ച് സമയം കിട്ടും. പെട്ടെന്ന് എടുത്തിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് ലം യകുൽ ലഹു കുഫുവൻ അഹദ് 3 പ്രാവശ്യം ആരോദിയാൽ പരിശുദ്ധ ഖുർആൻ മൊത്തം ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് അവൻ 30 ജുസ് ഓതാനുള്ള പണി ഇതാ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് ലം യകുൽ ലഹു കുഫുവൻ അഹദ് 30 ജുസ് ഓതി തീർത്തിട്ട് എല്ലാ ദിവസവും ഞാൻ ഒരു ഹത്തം തീർത്തിട്ടേ ഓർമ്മയുള്ളൂ ഉസ്താദെ. അപ്പം നീ ഫേസ്ബുക്കും കളിക്കും, ഇൻസ്റ്റാഗ്രാമും കളിക്കും, എല്ലാം കളിക്കും. പക്ഷെ ഹത്തം തീർത്തിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. യാ പടച്ചോൻ, ഇത്രയ്ക്കും വലിയ കറാമത്തുള്ള വലിയ നീ എങ്ങനെ ഓതുന്നേ? 3 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ ഹത്തം തീർത്തേണ്ട കൂലിയാണ്. യാസീൻ ഓതി പെട്ടെന്ന് തീർക്കുക. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. യാസീൻ എത്ര പെട്ടെന്ന് യാസീൻ തീർന്നത്. എത്ര യാസീൻ വേണമെങ്കിലും ഓതിത്തരാൻ ഞാൻ നല്ല പറയും. എത്ര പെട്ടെന്ന് യാസീൻ തീർക്കാൻ. മനുഷ്യന്റെ അവസ്ഥ തന്നെയല്ലേ? ഇതല്ലേ അവസ്ഥ. സൂറത്ത് യാസീൻ മാത്രം ഓതി വെച്ചു, ബാക്കിയൊന്നും ഓതണ്ട. സൂറത്ത് ദുഖാൻ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഓതണേ. എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ദുഖാൻ ഓതിയാൽ അവൻ നരകത്തിൽ പോകൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്ത് ദുഖാൻ حميم الكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين. കാണാൻ പഠിച്ചു വെക്കണം. ദിവസം ഓതിക്കണം, ദിവസം ഓതണം. എല്ലാ ദിവസവും സൂറത്ത് ദുഖാൻ ഓതണം. മക്കളെ പഠിപ്പിച്ചോ? ഉമ്മമാരെ പഠിപ്പിച്ചോ? ആ ടിവിയുടെ സൗണ്ടൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് അതൊക്കെ നോക്കി തലയ്ക്ക് 2 അടിയും കൊടുത്ത് ഉമ്മമാരെ കുളിപ്പിച്ച് മനമാരെ വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ട് കയ്യും ഓതണം. സൂറത്ത് ദുഖാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ. ഈ 4 സൂറത്ത് ഓതിയിട്ട് കിടക്കണം. എല്ലാ ദിവസവും വീട്ടിൽ ഓതിപ്പിക്കണം. സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ദുഖാൻ. പിന്നെയും കുറേ സൂറത്തുണ്ട്. എല്ലാം കൂടെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ട് തിന്നാൻ പറ്റൂലെങ്കിലോ? പറ്റും. ഇതൊക്കെ ഈസിയാണ്. ഇതൊക്കെ പടപടപെടാന്ന് ഓടിപ്പോകാമെന്ന് കേസ് കേട്ടേ ഉള്ളൂ. അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ട് നല്ല പ്രകാശത്തോടുകൂടി റബ്ബിനെ കാണാൻ ആഗ്രഹമുള്ളവർ, അള്ളാഹുവിനെ നേരിട്ട് നല്ല 14-ാം രാവിലെ ചന്ദ്രനെ പോലെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും മൻ ഖറഅ സൂറത്തുൽ ഖമരി ലൈലതൻ വലൈലാ ഐ ഗിബ്ബൻ വലൈലാ جاء يوم القيامة ووجهه لقي الله تعالى ووجهه كالقمر ليلة البدر. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് സൂറത്തുൽ ഖമർ ആരാണോ ഓതുന്നത് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് 14-ാം രാവിലെ ചന്ദ്രനെ പോലെയാണ്. അള്ളാഹയെ കാണുമെന്ന് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ അള്ളാഹയെ കാണുമെന്ന്. സൂറത്തുൽ ഖമർ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ അതിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ്.
ഇഖ്തറബത്തി സ്സാഅത്തു വൻഷഖൽ ഖമർ. അത് ഓതണം, എല്ലാ ദിവസവും ഓതണം. അല്ലെങ്കിൽ ഒന്നരട ഓതിയാലും മതി. അള്ളാഹയെ നമുക്ക് നേരെ കാണാം ഇൻഷാ അല്ലാഹ്. 3 സൂറത്ത് ഓതിയാൽ ജന്നത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശനം കിട്ടും. എൻട്രി പാസ്. 3 സൂറത്ത് ദിവസം ഓതുന്നവർക്ക് എൻട്രി പാസ് ഉണ്ടാകും ജന്നത്തുൽ ഫിർദൗസിലേക്ക്. സൂറത്തുൽ ഹദീദ്, സൂറത്ത് ഹാമീം, സജദ സൂറത്തുള്ള വെള്ളിയാഴ്ചക്ക് നമ്മൾ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇത് 3 എല്ലാ ദിവസവും ഓതുന്നവർക്ക് ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് നിങ്ങളെ ക്ഷണിക്കും, പേര് വരും. ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇത് ഓതിയിട്ട് അവിടെ പോകുമ്പോൾ നമുക്ക് അടിച്ചു നോക്കിയാൽ നമ്പർ വന്നിട്ടുണ്ടോ ഇല്ലോ എന്നറിയാൻ പറ്റും, കിട്ടും. ഇപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നിങ്ങളിത് പറഞ്ഞിരുന്നത്. അല്ല, ഇപ്പോൾ ഓൺലൈനിലാണല്ലോ ഇപ്പോൾ അടിച്ചിട്ടുള്ളത്, അവിടെ പോകുമ്പോൾ കിട്ടും. ഇത് 3 ഓതിയാൽ ജന്നത്തുൽ ഫിർദൗസിൽ പോകാൻ പറ്റും. ഖബറിലേക്ക് പോകണമെങ്കിൽ, ഖബറിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഓതാനുള്ള സൂറത്തുൽ മുൽക്ക് ഖബറിൽ നിങ്ങൾക്ക് രക്ഷയാണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഖബറിൻ്റെ അങ്ങോട്ടേക്ക് എത്താറാവുമ്പോഴത്തേക്ക് അതിൻ്റെ രക്ഷയൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഖബർ എന്താണെന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ട് വേണ്ട ബാക്കിയുള്ള കാര്യം. അള്ളാഹുവേ പടച്ചവനെ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്ത സമയമാകുമ്പോൾ കിടന്ന് പറയും ഞാൻ ചെയ്തോളാം. വേണ്ട. ഫഅകും മിനസ്സാലിഹീൻ. അല്ലാഹു പറഞ്ഞ വാക്ക. ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. സദഖ ചെയ്തോളാം, സാലിഹായിക്കോളാം അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ എനിക്കൊരവസരം നീ നൽകണേ അല്ലാ. ഉണ്ടോ? അപ്പൊ അള്ളാന്റെ മറുപടി എന്താ? വലൻ യുഅഖിറല്ലാഹു നഫ്സാ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാളുടെ ആത്മാവ് അവന്റെ എക്സ്പയർ ഡേറ്റ് ആയോ അത് പുതുക്കി നമ്മൾ കൊടുക്കൂല കേട്ടോ. ബാങ്കുകാരൻ പുതുക്കിത്തരും, പാസ്പോർട്ടുകാരൻ പുതുക്കിത്തരും, ലൈസൻസുകാരൻ പുതുക്കിത്തരും, ട്രാവൽസുകാരൻ പുതുക്കിത്തരും, ആധാറുകാരൻ പുതുക്കിത്തരും, ഇലക്ഷൻകാരൻ പുതുക്കിത്തരും. പക്ഷേ അള്ളാഹു നമ്മുടെ എക്സ്പയർ ഡേറ്റ് പുതുക്കി തരൂല കേട്ടോ. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇല്ല, എത്ര കുരച്ചിട്ടും കാര്യമില്ല, എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല, എത്ര ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. സമയമെത്തിപ്പോയി മോനെ. ഇനി നിനക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് 6 അടി മണ്ണിന്റെ ഖബറാണ് കേട്ടോ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ബർസഖ് എന്നാണ് ആ ഖബറിന് പറയപ്പെടുന്ന പേര്. നമ്മുടെ പള്ളിക്കാടിന് പറയപ്പെടുന്ന പേര് ബർസഖ് എന്നാ. മരിക്കുന്ന സമയത്ത് നിലവിളിക്കുന്ന നിനക്ക് ഇനിയുള്ള സമയവും അവസരവും എവിടെയാണെന്നറിയോ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമം നാൾ വരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ നീ കിടക്കേണ്ടത് ആ 6 അടി മണ്ണിലാണ്. അവിടെയാണ് ഇനി സംസാരിക്കണ്ട. നിർത്തവിടെ, സ്റ്റോപ്പ്. ഇനി സംസാരില്ല. മിണ്ടിപ്പോരുത്. ഇനി സംസാരമില്ല. കേറ് വണ്ടിക്കകത്ത്. ഒരു വല്ലാത്ത രംഗം തന്നെയാണ് കേട്ടോ. വല്ലാത്ത ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റുമോ? യാസീൻ സൂറത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. എല്ലാവരും പറയും പ്ലീസ് ഞാൻ ഇച്ചിരി ഇറച്ചി വാങ്ങാൻ വന്നതാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ. ഞാൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുക. മലക്കുൽ മൗത്ത് പറയാണ് ഞാൻ ഇതുകൊണ്ട് എൻ്റെ മക്കൾക്കൊന്ന് കൊടുത്തിട്ട് എൻ്റെ റൂഹിനെ പിടിച്ചാൽ മതി പ്ലീസ്. എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്.
ഞാൻ മരിച്ചാൽ ഇനി കിട്ടൂല, എൻ്റെ ഭാര്യയ്ക്ക് പോലും അതിൻ്റെ കണക്കറിയില്ല, ഒരു 10-20 ലക്ഷം രൂപ ഉണ്ട്, അതൊന്ന് വാങ്ങിക്കൊടുത്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, വസിയത്ത് ചെയ്തോട്ടെ, എടി ഇത്ര പൈസ എനിക്ക് കിട്ടാണ്ട് നീ വാങ്ങിക്കൊണ്ടെന്ന് വസിയത്ത് ചെയ്തോട്ടെ, പ്ലീസ് വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ, ഒന്ന് വസിയത്ത് ചെയ്തോട്ടെ. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصيا. ഒന്ന് വസിയത്ത് ചെയ്യാൻ അവസരം തരണേ, എൻ്റെ ഭാര്യയോട് ഞാനൊന്ന് പറയട്ടെ, ഞാൻ എൻ്റെ മക്കളോടൊരു ഉപദേശം നൽകട്ടെ. ഫലാ യസ്തതിഊന തൗസിയാ, എൻ്റെ ഇക്കായോട് ഞാനൊന്ന് പൊരുത്തം ചോദിച്ചോട്ടെ അല്ലാ, എൻ്റെ മച്ചാനെ ഞാനൊന്ന് കണ്ടോട്ടെ അല്ലാ, എൻ്റെ ഭാര്യയോട് എനിക്കൊന്ന് 2 സ്വകാര്യം പറയാനുണ്ട് പഠിച്ചവനെ, പ്ലീസ് 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 അല്ലാ, ഒരവസരം നൽകണേ അല്ലാ. ഫലാ യസ്തതിഊൻ, ഇല്ല മോനെ ഇല്ല മോനെ, സമയം കഴിഞ്ഞടാ, ഇനി നിനക്ക് വസിയത്തിനുള്ള അവസരമില്ല. ഇല്ലെങ്കിൽ എൻ്റെ വീട് വരെ ഞാനൊന്ന് പോകട്ടെ, എൻ്റെ മക്കളുടെ ആ പുഞ്ചിരി മുഖം ഒന്ന് കണ്ടിട്ട് എൻ്റെ റൂഹിനെ പിടിക്കണേ, അതുവരേക്കും എനിക്കൊരവസരം നൽകണേ അല്ലാ. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, വീട്ടിലേക്ക് പോകാനും ഇനി പറ്റൂല മോനെ. സൂറത്ത് യാസീൻ ഓതുമ്പോൾ അർത്ഥം ഓർത്തു പോകണം, വെറുതെ ചുമ്മാ ഓടിച്ചു വിട്ടിട്ട് കാര്യമില്ല. സൂറത്ത് യാസീൻ ഓതുമ്പോൾ അർത്ഥം അറിഞ്ഞിട്ട് പോകും. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. ആ പിടി വരുന്നത് ചിലപ്പോൾ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ മാർക്കറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ പള്ളി കമ്മിറ്റിക്കാരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ഇറങ്ങി വന്ന് റോഡ് സൈഡിൽ നിന്ന് തർക്കിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഉത്സവപ്പറമ്പിൽ തർക്കിക്കുമ്പോഴായിരിക്കും. പെട്ടെന്ന് പിടി വരും. അപ്പോഴേ പറഞ്ഞു, അല്ലാഹ് പിടിക്കല്ലേ പ്ലീസ്, എൻ്റെ മക്കളെ ഒന്ന് കാണട്ടെ, എൻ്റെ വീട്ടിലൊന്ന് പോട്ടെ. ഫലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ആംബുലൻസ് കൊണ്ടുപോകും, ആംബുലൻസിൽ പെട്ടെന്ന് മറിഞ്ഞു വീണു, പൊക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ട് ആംബുലൻസ് 120 പോവാണ്. എന്റെ കൂവക്കം തന്നെ കേട്ടണ്ട. ആംബുലൻസിന്റെ വിളി അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. എന്റെ വിളി അങ്ങനെ തന്നെ, ശ്രദ്ധിച്ച് കേൾക്കണം. ആംബുലൻസിൽ വിളി അങ്ങനെയാണ്. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ അങ്ങനെ കുറച്ച് സാവകാശമാണ്. വിളിച്ചിട്ടുണ്ടാവും. അല്ലോ തന്നെ മെഡിക്കൽ കോളേജ് എത്താറാകുമ്പോ കൂടും അല്ലേ? എന്ന് ശ്രദ്ധിച്ചു നോക്ക്, അത് തന്നെ എൻ്റെ അർത്ഥം. അല്ലോ 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 എന്ന് വിളിച്ച് മെഡിക്കൽ കോളേജ് എത്താറാകുമ്പോ ഭയങ്കര അവിടെ ആളൊക്കെ കൂടി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ അമ്മമാർ ഒന്നുകൂടെ അടുത്ത സ്വിച്ചിടും. അപ്പൊ അല്ലോ 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 അല്ലാ കളച്ചവനെ. എന്റെ ആയത്തെന്താ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. ഏതൊരു ആംബുലൻസിലാണോ ചൂളം വിളിച്ചുകൊണ്ട് നീ സൈറം മുഴക്കി ഓടുന്ന ഓട്ടമുണ്ടല്ലോ, ഇതാ മെഡിക്കൽ കോളേജിന്റെ ICUവിൽ നിന്നെ കാത്ത് മലക്ക് നിപ്പുണ്ട് കേട്ടോ. ഫഇന്നഹു മുലാഖീകും, നിന്നെ കാണാൻ അവിടെ മലക്കുകൾ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എത്ര നിലവിളിച്ച് ഓടിയിട്ടും 120 പാഞ്ഞു പോയിട്ടും നീ ചൂളം മുഴക്കി പോയിട്ടും സൈറം മുഴക്കി പോയിട്ടോ കാര്യമില്ല മോനെ, സമയം കഴിഞ്ഞടാ. ഈ ദുനിയാവിൽ നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തിയവനല്ലേ. ഫഇന്നഹു മുലാഖീകു, നിന്നെ കാണാൻ മലക്കുകൾ അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. ആംബുലൻസിന്റെ ആയത്ത് സൂറത്തുൽ ജുമുഅ, ആംബുലൻസിന്റെ ആയത്തായത്. ആംബുലൻസിന്റെ ആയത്ത് എന്തേ അല്ലേ? അല്ല അർത്ഥം നിങ്ങൾ പറ. ഞാനീ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് അർത്ഥം വെക്കി.
ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ഈ ആയത്ത് ഓർക്കണം. ഈ കൊണ്ടുപോകുന്നത് മലക്കുതാ കണ്ടില്ലേ, എന്താ നീ എത്ര ഓടിയാലും എത്ര വെപ്രാളപ്പെട്ട് പോയാലും അവിടെ ഉണ്ട് ആള്. നീ അവിടെ ഐസിയുൽ കയറാൻ വേണ്ടി നോക്കിയത്, ഐസിയുൽ നിൽക്കുമ്പം സുലൈമാൻ സാഹിബ കേറ് കേടാ ഇങ്ങോട്ട്, ഞങ്ങൾ റെഡിയായി വന്ന് നിൽക്കുകയാണ്, ഞങ്ങൾ കുറേ നേരമായി ആംബുലൻസിൽ വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ വന്നിട്ട് പിടിക്കാൻ എൻ്റെ തീരുമാനം എവിടെയാണ്. അവിടെ കയറ്റി അങ്ങോട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്ന് പറയും, അഫ്സോസ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങളെ മാക്സിമം പരിശ്രമിച്ചു, പക്ഷേ സോറി മാപ്പാക്കണം, ആൾ എക്സ്പയർ. പിന്നെ വിളിയായി, നിലവിളിയായി, കരച്ചിലായി, അല്ലാ അല്ലാ അമ്മ എല്ലാം. ഈ നിലവിളിച്ചുകൊണ്ട് തിരിച്ചു വരുമോ? കണ്ണുറപ്പോ? പോയത് പോയില്ലേ? നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ആരായിരുന്നു ഇയാള്? ദുനിയാവിൽ അവൻ ആരായിരുന്നു? ഇത്രയല്ല സെറ്റപ്പിൽ അവൻ്റെ പോക്കും വരവും, അവൻ്റെ പാൻറ്റും ഷൂട്ടും അവൻ്റെ കോട്ടും ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ എന്താ എൻ്റെ പോക്കൊക്കെ വണ്ടിയിൽ അവൻ്റെ ബൈക്ക് മറ്റേ എന്താ പറയുക ബുള്ളറ്റൊക്കെ എടുത്തിട്ട് ഇവൻ്റെ തമിഴ്നാട്ടിലെ മറ്റേ സൈലൻസറും കെട്ടി പോക്കല്ല കണ്ട പടച്ചോനെന്താ സമ്പന്ന പോക്ക് എന്തായിരുന്നു. അവസാനം ഇപ്പൊ എന്തായി? ഒരു അനക്കവും ഇല്ല, എല്ലാം പോയില്ലേ, തീർന്നില്ല സംഭവം. ആളുകളെ കാണിക്കാനുള്ള പോക്ക്, യാത്ര, നടത്ത പോക്ക്, എന്താ കാറൊക്കെ അങ്ങോട്ട് ചാപ്പിട്ട് ആക്സിഡന്റിന് കാലടിക്കുന്ന പരിപാടിയിലില്ല. എപ്പോഴും 120 തന്നെ സാധനം കറങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്താ പോക്ക്. ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നീ നടക്കണ്ട കേട്ടോ. ആരായിരുന്നു? റൂഹ് പോയപ്പം എല്ലാം തീർന്നു. പൊക്കിയെടുക്കാൻ ആള് വേണം, തിരിച്ചു കിടത്താൻ ആള് വേണം, മൂക്കിന്നൊഴുകുന്ന രക്തം മുക്കിയെടുക്കാൻ ആള് വേണം, കുളിപ്പിക്കാൻ ആള് വേണം, ഡ്രസ്സ് മാറാൻ ആള് വേണം, പൊക്കിക്കൊണ്ട് കബറിനകത്തിടാനും ആള് വേണം. അതുവരേക്കും ആരും വേണ്ട. എന്തായിരുന്നു? ആരായിരുന്നു അപ്പൊ ദുനിയാവിൽ ഇയാളില്ലേ? ചിന്തിക്കണം മനുഷ്യൻ. പരൻ വിധിച്ചുമ്മായിട്ട് ചുങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ, ഖബറെന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. അർത്ഥം നല്ലപോലെ പതുക്കെ പറഞ്ഞുതരാം. നമ്മൾ മ്യൂസിക്കേ കേട്ടിട്ടുള്ളൂ, പാട്ടിനർത്ഥം കേൾക്കൂല. മ്യൂസിക് നമ്മൾ കേൾക്കുള്ളൂ, പടക്ക് പടക്കെന്ന് പറഞ്ഞ മ്യൂസിക് മാത്രമാണ് കേൾക്കുന്നത്. അർത്ഥം നല്ലപോലെ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കി. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയിന്മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറപാടും ഖബർ ബഹുജോറിലേ, മറപാടും ഖബർ ബഹുജോറിലേ. വീട്ടിലെങ്ങനെ കിടന്ന് നല്ല ഡൺലപ്പ് മെത്തയ്ക്കാന്ന് ഒന്ന് കിടന്നാൽ തന്നെ മാഷാ അല്ലാ സുബ്ഹാനല്ലാ, മാഷാ അല്ലാ സുബ്ഹാനല്ലാ, അങ്ങനെ പൊങ്ങിന്താന്നും കിടന്നവനാണ് ഇവന്. ഇപ്പൊ എവിടാ പോയി കിടക്കുക? ചേലിൽ ചെന്ന് കിടക്കണ നിങ്ങളുടെ മേലെ വരുന്നത് കല്ലാണ്. നമ്മളിവിടെ കിടക്കുന്ന കല്ലെടുത്ത് പട്ടി എറിയാൻ ഉപയോഗിക്കും. നമ്മൾ റോഡ് സൈഡിൽ കല്ല് കിടന്നാൽ എടുത്തു മാറ്റും. കല്ലിൽ തട്ടി മക്കൾ വീഴുമെന്ന് നമ്മൾ പേടിക്കും. അവസാനം നമ്മുടെ മയ്യത്ത് കൊണ്ടിട്ടിട്ട് നമ്മുടെ മീതെ വരുന്നത് കല്ലാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചവനാണ്. അവനെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് അവനെ കൊണ്ടുപോയി ആ കബറിനകത്തിട്ടിട്ട് അവന്റെ മുകളിൽ AC അല്ല, അവന്റെ മുകളിൽ കോൺക്രീറ്റ് അല്ല, അവന്റെ മുകളിൽ മണ്ണും കല്ലും നിറഞ്ഞ ഒരു വലിയ കൂമ്പാരമാണ് ജനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തനിയെനിക്കാരെന്ന്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തനിയെനിക്കാരെന്ന്.
ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ എത്ര വലിയ കൂട്ടുകാരും സുഹൃത്തുക്കളും സന്തോഷങ്ങളും സന്താനങ്ങളും എല്ലാവരുമായിരുന്നു. ഇവന്റെ കൂട്ടത്തിൽ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുണ്ടായിരുന്നത്. അവസാനം അവരെയൊക്കെ വിട്ടിട്ടിതാ പള്ളിക്കാട്ടിലേക്ക് പോവുകയാ. ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ ആ മയ്യത്തെടുക്കുന്ന സമയത്ത് വീട്ടിൽ ഇവന്റെ മയ്യത്ത് കാണാൻ വന്നവർ മുഴുവനും അവിടെ നിന്ന് കരയുകയാണ്, നിറവിളി കൂട്ടുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾ ഒന്നടങ്കം ഞങ്ങൾക്ക് ആ മയ്യത്തിനോടൊപ്പം വരാൻ പറ്റൂലല്ലോ. ഇതാ ആണുങ്ങളാ മയ്യത്ത്, എൻ്റെ ഇക്കാടെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്, എൻ്റെ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാ, എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് ഇതാ കൊണ്ടുപോവുകയാണ്. മക്കളും കുടുംബങ്ങളും ആ വീട്ടിന്റെ ഉള്ളിൽ കിടന്നൊക്കെ പൊട്ടിക്കരയുകയാണ്. ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തനിയെനിക്കാരെന്ന്, ഉലകത്തിൽ തനിയെനിക്കാരെന്ന്. ഇന്നലെ വരെ കൂടെ കിടന്ന എൻ്റെ പൊന്നിക്കയാ, എൻ്റെ മച്ചയാ, എൻ്റെ ഭർത്താവാണ് പടച്ചവനെ. ഇന്ന് മുതൽ ഇനി ഞാൻ രാത്രി ആ ബെഡ്റൂമിൽ ഒറ്റക്കാണല്ലോ. എൻ്റെ ഇക്കാന്റെ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കുമല്ല, എൻ്റെ ഇക്കാന്റെ മുണ്ട് കാണുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കുമല്ല. ഇന്നലെ വരെ എൻ്റെ ഒടൊപ്പം ജീവിച്ച എൻ്റെ പൊന്നിക്കയാ ഇന്നതാ ആ ചേതനയറ്റ ശരീരവുമായി എൻ്റെ ഇക്കയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ ഗൃഹത്തിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നിറക്കണ്ണുകളോടെ വിങ്ങി പൊട്ടിയിട്ട് പറയുന്നത് റബ്ബേ ഉലകത്തിൽ തനി എനിക്കാരെന്ന്. ഇനി ഈ ദുനിയാവിൽ ഒറ്റയ്ക്കായ എനിക്ക് നീ ആരാണ് പടച്ച റബ്ബേ? ഇത്രയുള്ളൂ ദുനിയാവ്, ഇത്രയുള്ളൂ അബീവേ. दुनिया के ये मुसाफिर मंजिल तेरी कब्र है, रास्ता जो चल रहा है 2 दिन का ये सफर है. ദുനിയാവിലെ യാത്രക്കാരാ, നിന്റെ യാത്ര കേവലം 2 ദിവസത്തിന്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. തെരീ മൻസിൽ ഖബർ ഹേ, നിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖബറാണ് കേട്ടോ. അവിടെയാണ് കിടക്കേണ്ടത്. ചേലിൽ ചെന്ന് കിടക്കണം. അവിടെ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. അല്ലാഹു അക്ബർ. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. സൂറത്തു താഹ. നമ്മൾ ആ മയ്യത്തടക്കുമ്പോൾ ഈ മണ്ണുവാരിയല്ലേ ആ കബറിലേക്ക് എറിയുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? ഈ മണ്ണിൽ നിന്നാണ് മോനെ നിന്നെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് തന്നെയാണ് നിന്നെ മടക്കുന്നത്. ഇനി അവിടെ തന്നെ കിടക്കാമെന്ന് കരുതണ്ട. ഒരു ശൂളം വിളി വരും, ഒരു ഖിയാമത്തിൽ ഒരു വലിയ ശബ്ദമുണ്ടാകും, ഒരലാറം മുഴങ്ങും. ആ സമയത്ത് ആ ഖബറിൽ നിന്ന് നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്താ? ഖബറിൽ കിടക്കൂലെന്നർത്ഥം. കുറഞ്ഞ നാളെ കിടക്കുള്ളൂ. മണ്ണിനാൽ പടയത്തുള്ള നിന്നെ മണ്ണിലേക്കല്ലോ അയക്കുന്നു നിന്നെ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീനാണ് കേട്ടോ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആ ഖബറിൽ വെളിയാളം വരുമ്പോ അന്ന് വരെ കിടന്നവരാണ്, ഉറങ്ങിയവരാ. അവരെ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറയുന്നു മലക്കുകള്, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ.
എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ആരാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഇവിടെ ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു മക്കളെ. ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരൊക്കെ താക്കീത് തന്ന ദിവസമുണ്ടല്ലോ. ഇനി നിങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാ. അവിടെ കല്ലും നെല്ലും തിരിച്ചറിയാൻ പോവുകയാണ്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. നിനക്കൊരു പക്ഷേ സ്വർഗമെങ്കിൽ അല്ലാഹ് അവിടെ വെച്ച് കാണാം, അതല്ല നഊദു ബില്ലാഹ് നരകമാണെങ്കിലും അവിടെ വെച്ച് കാണാം. അതുകൊണ്ട് ഉറക്കം മതിയാക്കണേ, എഴുന്നേൽക്കണേ, അങ്ങോട്ടേക്ക് പോകാം. എല്ലാരും പോയേ പറ്റുള്ളൂ കേട്ടോ. കളിയല്ല കബറ്, കളിയല്ല കബറ്. എല്ലാരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ടാകും? മക്കളും വരില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തു അഷ്യാഉൻ യത്ബഉൽ മയ്യിത സലാസത്തുൻ. ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോ 3 കാര്യം ആ മയ്യത്തിനോടൊപ്പം ഉണ്ടാകും കേട്ടോ. മയ്യത്തിനോടൊപ്പം അനുഗമിക്കുന്നത് 3 കാര്യമാണ്. യത്ബഉൽ മയ്യിത സലാസത്തുൻ. 3 കാര്യമാണ് ആ മയ്യത്തിനോടൊപ്പം അനുഗമിക്കുക. യത്ബഉ അഹ്ലുഹു വ മാലുഹു വ അമലുഹു. ആ 3 കാര്യം ഏതെന്ന് പറയട്ടെ. യത്ബഉ അഹ്ലുഹു, ആ മയ്യത്തിന്റെ കുടുംബക്കാർ ആ മയ്യത്തിനോടൊപ്പം പോവുകയാണ്. വമാലുഹു, അവന്റെ സമ്പത്ത്, ആ കടയിൽ നിന്നവരും അവന്റെ കമ്പനിയിൽ നിന്നവരും അവന്റെ തൊഴിലാളികളും അവന്റെ വാഹനവും ആ സന്തൂക്കിന്റെ പിന്നാലെ പോവുകയാണ്. 3ാമത് വഅമലുഹു, ഈ ദുനിയാവിൽ അവൻ ചെയ്ത വല്ല സൽക്കർമ്മങ്ങളുണ്ടോ ആ അമലുകളും അവനോടൊപ്പം ഇതാ അനുഗമിക്കുകയാണ്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ആ മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് വെച്ചു. എല്ലാവരും മണ്ണിട്ട് അവിടെ നിന്ന് മടങ്ങുമ്പോ 2 കാര്യങ്ങളാണ് വീട്ടിലേക്ക് മടങ്ങുക. ഒരു കാര്യം ആ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിൽക്കുമത്രേ. 2 കാര്യം മടങ്ങും. അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് മയ്യത്തടക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങും. പക്ഷേ ഒരു കാര്യം മാത്രം അവനോടൊപ്പം കൂട്ടിനുണ്ടാകും. അതാണ് വഅമലുഹു. ഈ ദുനിയാവിൽ വല്ല നന്മകൾ ചെയ്തിട്ടുണ്ടോ, വല്ല സദഖകൾ ചെയ്തിട്ടുണ്ടോ, അത് അവന്റെ ഖബറിൽ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് മടങ്ങി പോകുമ്പോ ഇന്നഹു ലയസ്മഉ ഖഫഖ നിആലിഹിം. ആ ഖബറാളി, ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നവൻ ഈ പോകുന്നവരുടെ ശബ്ദം കേൾക്കുകയാ. വാപ്പാ, നിങ്ങൾ എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഇക്കാ, എന്നെ ഒഴിവാക്കിയിട്ട് പോവുകയാണോ? ഉമ്മ, എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? എടാ സുഹൃത്തേ, ഒരുമിച്ച് നമ്മൾ യാത്ര ചെയ്തവനല്ലേ, ഇന്ന് എന്നെ പള്ളിക്കാട്ടിൽ തനിച്ചാക്കിയിട്ട് നീ പോവുകയാണോ? ഈ മനുഷ്യൻ കേൾക്കുകയാണ്, ആ ഖബറാളി കേൾക്കുകയാണ്. നമ്മൾ നടന്നു പോകുന്ന രംഗങ്ങളെല്ലാം ആ ഖബറാളി ഇന്നഹു ലയസ്മഉ ഖഫഖ നിആലിഹിം, നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം ആ ഖബറാളി കേൾക്കുമെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. ഫൈൻ കാന സ്വാലിഹാ, അവനൊരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ചാടി വരികയാ. ഹസനുർ റീഹി തയ്യിബുർ റീഹി ഹസനുൽ സിയാബി ഹസനുൽ വജ്ഹി. നല്ല ചെറുപ്പക്കാരന്റെ കോലത്തിലാണ്, യുവസുന്ദരനാണ്, യുവകോമളനാണ്, സുസ്മേരവദനായി പുഞ്ചിരിച്ചുകൊണ്ട് നല്ല ശുഭവസ്ത്രധാരിയായി, നല്ല സൗന്ദര്യത്തോടെ, നല്ല ആകാര സൗഷവത്തോടെ, നല്ല സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് ഇതാ ആ മരിച്ച് ഖബറിലെ ഒറ്റയ്ക്ക് തനിച്ച് കിടക്കുന്ന മനുഷ്യനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുകയാ, അഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ഉടനെ അവൻ പറയുന്നു, ലാ അഅരിഫുക, എനിക്ക് നിന്നെ പരിചയമില്ല കേട്ടോ. ഈ ചെറുപ്പക്കാരൻ 6 അടി മണ്ണിൽ നിന്നിട്ട്
നിന്നിട്ട് എല്ലാവരും വിട്ടുപിരിഞ്ഞു പോയി. ആ പള്ളിക്കാട്ടിലാണ് ഞാൻ എന്ന് ഒറ്റയ്ക്കാണ്, എൻ്റെ മീതെ മണ്ണും കല്ലുമാണ്. ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ ഒരു സുന്ദര ചെറുപ്പക്കാരൻ നിന്നിട്ട് എന്നെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, എന്നെ നിനക്കറിയോ? ഉടനെ ഫയഖൂലു, ആ മയ്യത്ത് പറയുകയാ, ലാ അഅരിഫുക, എനിക്ക് നിന്നെ പരിചയമില്ല, എനിക്ക് നിന്നെ അറിയില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഇത്ര സുന്ദരനായ സുമുഖനായ സുശീലനായ നീ ആരാണ്, നീ ആരാണ്? ഈ മയ്യത്ത് ജിജ്ഞാസയോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, അനഅമലുക സാലിഹു, ദുനിയാവിൽ നീ ചെയ്ത നന്മയുണ്ടല്ലോ, ദുനിയാവിൽ നീ ചെയ്ത സദഖയുണ്ടല്ലോ, ദുനിയാവിൽ നിന്റെ തടിയുടെ സലാമത്തിന് വേണ്ടി ചെയ്തു വെച്ച 1000ങ്ങളും 10,000ങ്ങളും ഉണ്ടല്ലോ, ദുനിയാവിൽ വെച്ച് പാരായണം ചെയ്ത് തീർത്ത ഖുർആൻ ഉണ്ടല്ലോ, ദുനിയാവിന്റെ പകൽ സമയങ്ങളിൽ അനുഷ്ഠിച്ച നോമ്പുണ്ടല്ലോ, സകാത്ത് സദഖകളുണ്ടല്ലോ, അതാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരി വനകീർ മിൻ ഹമ്മിൻ വലാ ഹുസ്ൻ, മുൻകർ നകീർ ഇപ്പോ വരും നിന്നെ ചോദിക്കാൻ, പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ ചോദ്യത്തിന് ശേഷം നിന്നെ അവരൊന്നും ചെയ്യൂല കേട്ടോ. മാ അന ബിമുഫാരിഖിഹി, നിന്നെ വിട്ടു പിരിഞ്ഞു മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയൂല മോനെ. അതുകൊണ്ട് അബ്ശിർ, സന്തോഷ വാർത്ത തരാ, സന്തോഷത്തോടെ നീ കിടന്നുറങ്ങണേ. ഹബീബുനാ റസൂലുള്ളാഹി. ഖബറിന്റെ അവസ്ഥയാ. സാലിഹീങ്ങൾക്ക്, നല്ല മനുഷ്യർക്ക്, നന്മ ചെയ്തവർക്ക് ഖബറിനകത്ത് കിട്ടുന്ന നന്മയാണ്. എല്ലാവരും പോകും, എല്ലാവരും ഉറ്റവരുടയവരെല്ലാം പോകും. നമ്മുടെ ഖബറിനകത്ത് വരുന്ന രംഗാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. എല്ലാരെയും നമ്മൾ കൂടെ കൊണ്ടുപോകില്ല. എനിക്ക് നിങ്ങളുടെ കാല് പിടിച്ച് പറയാനുള്ളത്, എന്തെങ്കിലും നമ്മുടെ ഖബറിന് വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം മരിക്കാൻ. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഇന്നത്തെ മക്കളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇന്ന് നോക്ക്, വാളണ്ടിയേഴ്സ് ദിവസമായിട്ട് എല്ലാവരും നമ്മുടെ മക്കൾ ആണും പെണ്ണും ഒക്കെ കെട്ടിപ്പിടിച്ച് എവിടെയൊക്കെയോ കിടന്നാടുവാണ്. നമ്മളിപ്പോൾ വാള് പറയാൻ വന്നിരിക്കുന്നു, നമ്മുടെ ചെറുപ്പക്കാരൻ എവിടെ, ചെറുപ്പക്കാരി എവിടെ? ഈ കൂട്ടത്തിൽ എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുണ്ട്? എല്ലാം ഓജിയാണ്. പിന്നെ കുറെ കൊച്ചു കുഞ്ഞുങ്ങള്. എവിടെ ന്യൂജി? എവിടെ ന്യൂജി? സിറ്റിയില് വാളണ്ടിയേഴ്സ് ദിനത്തിൽ കെട്ടിപ്പിടിച്ച് ആടുകയാണ്, ചുംബിക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്, കിസ്സിങ്, പ്രസ്സിങ്, പഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരുണ്ട്? ഇവിടെ കുറെ ഓജികൾ മാത്രം. ചെറുപ്പക്കാരെവിടെ? എത്ര ചെറുപ്പക്കാരുണ്ട് ഇവിടെ? ഇല്ല. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. അടിച്ചു പൊളിക്കേണ്ട ദിവസമാണ്. അടിച്ചു പൊളിച്ചോ. അവിടെ പോകുമ്പോൾ വരും മുൻകർ നക്കീർ, 2 പേര് വരും. ആ മുൻകർ നക്കീർ വരുമ്പോ ചോദിക്കും, ഐ ഖലാക, ഇന്നലെ നീ മരിച്ചവനല്ലേ, നീ ഖബറിനകത്ത് മരിച്ചു കിടക്കുമെന്ന് കരുതണ്ട. ആ ഖബറിലേക്ക് വരുമ്പോ ഐ ഖലാക, തട്ടി വിളിക്കും മോനെ, അജ്ലസാക, ഈ പിടിച്ചിരുത്തും മോനെ, സഅലാക, നിന്നോട് ചോദിക്കും മോനെ, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മറുപടി എന്താ? എന്റെ റബ്ബ് അള്ളാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദുനിയാവി വെച്ച് അള്ളാ എന്നുള്ള റീചാർജ് ചെയ്തിരിക്കണം. ദുനിയാവി അള്ളാന്ന് റീചാർജ് ചെയ്യാത്തവൻ കവറിൽ പോയിട്ട് റീചാർജ് ചെയ്യാൻ നോക്കി നടക്കൂല. ദുനിയാവിൽ റീചാർജ് ഒരു ദിവസം 5 പ്രാവശ്യം മൊബൈൽ കുത്തിയിടണം. 5 വഖത്ത് വന്ന് 20 മിനിറ്റ് നമ്മൾ പള്ളിയിൽ കുത്തിയിടണം നമ്മുടെ മൊബൈൽ. റൂഹിന് ചാർജ് കയറാൻ നെഫ്സിന്റെ ചാർജ് അല്ല. നെഫ്സിന്റെ ചാർജ് വയറ് നിറച്ച് പള്ള നിറച്ചടിക്കാറുണ്ട്, ഏമ്പക്കം വിടാറുണ്ട്, മൂരി വിടുന്നത് പോലെ. ഇത് നെഫ്സിന് നീ കൊടുക്കുന്നതാണ്. അത് വേണ്ട മോനെ. റൂഹിന് നീ എന്ത് കൊടുത്തു? രാവിലെ ടീയാണ് നിനക്ക് സുബഹി, ഉച്ചക്കത്തെ ലഞ്ചാണ് നിനക്കുള്ള ളുഹർ, വൈകിട്ട് ചായയാണ് നിനക്കുള്ള അസർ, മഗ്രിബ് നമസ്കാരത്തിന് ലൈറ്റ് ഭക്ഷണമാണ് കേട്ടോ. ആ ഇശാ നമസ്കാരത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ 2 ചപ്പാത്തിയും കൂടെ ആകാം. അത് നിന്റെ റൂഹിന്റെ ഭക്ഷണമാണ്. റൂഹ് നിലനിൽക്കണമെങ്കിൽ, അത് മരണപ്പെട്ടതിന് ശേഷവും നിനക്ക് സഹായിക്കണമെങ്കിൽ റൂഹിന്റെ ഭക്ഷണമാണ് ഈ പറയപ്പെടുന്ന ഭക്ഷണങ്ങളെല്ലാം. രാവിലെ 2 റൊട്ടി, ഉച്ചയ്ക്ക് 4 റൊട്ടി, അസറിന് 4 റൊട്ടി, 4 കടി, 4 വട എന്നാലും കുഴപ്പമില്ല.
കുഴപ്പമില്ല. മഗ്രിബിന് ഒരു 3 ചപ്പാത്തി. ഇനി ഭയങ്കര വിശപ്പാണ്, ഷുഗർ പേഷ്യൻ്റാണ്, പാതിരാത്രി രക്ഷയില്ല എന്ന് കണ്ടാൽ ഒരു 4 ഇടിയപ്പം കൂടെ അടിച്ചോളി പാതിരാത്രി. ഈ 4 എണ്ണമാണ് അൽഹംദുലില്ലാ റൂഹിൻ്റെ ഭക്ഷണം. അല്ലാതെ 2 ഗ്ലൂക്കോസ് അടിക്കാനും 2 കോഴി തിന്നാനും ഷവർമ അടിക്കാനും മന്തി തിന്നാനും ഒക്കെ ഇത് നഫ്സിൻ്റെ ഭക്ഷണമാണ്. അത് കൃത്യസമയത്ത് കൊടുക്കും. റൂഹിൻ്റെ ഭക്ഷണം കൃത്യസമയത്ത് കൊടുത്തില്ല എങ്കിൽ ഈ റൂഹ് നമ്മളെ വേദനിപ്പിക്കും. ഈ റൂഹിനെയാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ റൂഹിനെയാണ് അള്ളാഹ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ നഫ്സിനോടല്ല കേട്ടോ. ഇത് ഡെഡ് ബോഡിയായിട്ട് അളിഞ്ഞു പോകും മോനെ. ഈ ഡെഡ് ബോഡിക്ക് ഉള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന ആ തങ്കമുണ്ടല്ലോ, 22 ക്യാരറ്റ് തങ്കം, ആ റൂഹിനെ നമുക്ക് ശക്തിപ്പെടുത്തണം. അതിന് വല്ലതും ചെയ്തു വെച്ചിട്ട് പോയിക്കോ. റൂഹിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താ ശരിയല്ലേ? ചായ കുടിക്കുന്നത് റൂഹിന് വേണ്ടിയിട്ടല്ല, അത് നഫ്സിന്റെ ഭക്ഷണമാണ്. വെള്ളം കുടിക്കുന്നത് നഫ്സിന്റെ ഭക്ഷണമാണ്. റൂഹിന്റെ ഭക്ഷണം ഖുർആൻ ഓതലാണ്, ദിക്ർ ചൊല്ലലാണ്, സലാത്ത് ചൊല്ലലാണ്. ദിക്ർ, സലാത്ത്, തസ്ബീഹ്, തഹ്ലീൽ, സ്വദഖകളാണ്. അതാണ് റൂഹിനെ ബലപ്പെടുത്തുന്നത്. നമസ്കാരമാണ്, ഖുർആൻ പാരായണമാണ്. ഈ വാളാണ്, നസീഹത്താണ് റൂഹിനെ ബലപ്പെടുത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ ദുനിയാവിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാ. അതുകൊണ്ട് റൂഹിന്റെ ആഹാരം, നമ്മുടെ റൂഹിന് വേണ്ടി കുറച്ച് ആഹാരം നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. അവരവരുടെ റൂഹിനെ ബലപ്പെടുത്താൻ വേണ്ടി ഇച്ചിരി ഭക്ഷണം തരണം. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറ എല്ലാവരും. ഉറക്കം പറ. ഒന്നുകൂടെ പറ. ഒരു 3 സലാത്തുള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കടിഞ്ചായ കൊണ്ടുവന്നില്ല ഉണ്ടോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലി. എല്ലാവരും ആമീൻ പറ. പഠിച്ചവനെ, കരുണയുള്ളവനെ, റഹ്മാനും റഹീമുമായ റബ്ബേ, രാജസയ്യിദായ അല്ലാഹ്, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അമലുകൾ നന്നാക്കി തരണ പഠിച്ചവനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പഠിച്ചവനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, ക്യാൻസറിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, ട്യൂമറിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, പൊടുന്നനെ ഞങ്ങളെ അസ്ത്രപ്രജ്ഞരാക്കുന്ന രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. അല്ലാഹ്, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് കിട്ടുന്ന സ്വതക്ക കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ റൂഹിനെ നീ ബലപ്പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബറിൽ നിന്നുമുള്ള അഹിലം വസഹില എന്ന് പറയപ്പെടുന്ന മയ്യത്തും ഖബറുമാക്കി മാറ്റണേ അല്ലാഹ്.